24 പെണ്ണ് കണ്ട് 24 പെണ്ണ് കണ്ട് 2 തേപ്പും കിട്ടി പോലെ സമാധാനമായില്ലേ. പൂ കൂട്ടി വിളിച്ചവര് ആ പൂ അങ്ങ് മാറിയിട്ട് അതിൻ്റെ അടുത്ത് സായായി അക്ഷരം. മനസ്സിലായോ? മനസ്സിലായി. സാറേ LLB എത്രാമത്തെ വർഷമാണ്? 2ാം വർഷം. 2ാം വർഷം. ഇനി എത്ര വർഷം കൂടെ പോകണം? 2029 ആകുമ്പോഴത്തേക്കും കൂട്ടിടാം എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നല്ലൊരു ധാരണയുണ്ട്. ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണം എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. 24 പെണ്ണ് കണ്ടിട്ട് ഒരെണ്ണത്തിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. ഡ്രൈവർമാരെ ആർക്കും താല്പര്യമില്ലല്ലോ. വൈറ്റ് കോളർ ജോബുകളോട് എല്ലാവർക്കും താല്പര്യം. ഡ്രൈവറാന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയപ്പോൾ എനിക്കൊരു മടുപ്പായി. പിന്നെ ഇന്ന് വരെ ഞാൻ പെണ്ണ് കണ്ടിട്ട് എത്ര വർഷമായിരുന്നു. ഈ 80,000 രൂപ എടുത്ത് എവിടെ നിന്ന് എൻട്രൻസ് പിടിക്കാനാണ്. അപ്പോൾ HNC പോയിട്ട് ഞാൻ ബുക്ക് പോയിട്ട് എടുത്തു. എൻട്രൻസിൻ്റെ ബുക്ക് മേടിച്ചു. വണ്ടിയായിരുന്നു പഠിച്ചു. കിട്ടി അതന്നെ ഏറ്റവും വലിയ അടിപൊളി. നമ്മൾ ഗുണ്ടയായിട്ടും തെമ്മാടിയായിട്ടും പോക്കിരിയായിട്ടുമാണ് അലമ്പനൊക്കെയായിട്ടാണ് അറിഞ്ഞത്. ചെയ്തത് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും കാലം കുറച്ച് ഇതാവുന്നു. പിന്നെ ആരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് നല്ലതാണെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 10 നന്മ ചെയ്താലും ഒരു ചീത്തയുടെ പേരില്ല നമ്മളെപ്പോഴും അറിയും. ഇത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ വണ്ടിക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലേ? അത് കൊറോണയൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ദൈവം എന്ന് പറഞ്ഞ കാലത്ത് തൊഴുത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ദൈവത്തിനെ ആർക്കും വേണ്ട. ഞങ്ങൾ ദൈവമായിരുന്നു. കാലത്തൊട്ട് തൊഴുത ആൾക്കാരൊക്കെ ഉണ്ട്. ദൈവത്തിനെ ആർക്കും വേണ്ട. ഈ എന്തെങ്കിലും വെള്ളപ്പൊക്കം, കൊറോണ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളൊക്കെ ദൈവങ്ങളാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകുകയും അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുകയും ചെയ്ത ഒരു യുവാവാണ് എന്നോടൊപ്പം ഉള്ളത്. അനൂപ്. നമസ്കാരം. നമസ്കാരം. അനൂപ് ബോസ് അല്ലേ? അനൂപ് ബോസ്. ബോസ് ആണോ ലൈഫില്? അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേരാണ്. അല്ല, നല്ല ഗുമ്മുണ്ട് പേരിന്, ഭയങ്കര ഗുമ്മുണ്ട്. അനൂപ്, ഞാനൊരു റീല് കണ്ടിരുന്നു അടുത്തിടെ. അതിൽ ഓട്ടോ ഡ്രൈവറിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ വക്കീലാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ഇപ്പം നമ്മളൊരു ഓട്ടോ ഡ്രൈവറാ എന്ന് വെച്ചാൽ അങ്ങനെയല്ലോ കേട്ടോ. ഒരാൾ പഠിച്ചിറങ്ങുന്ന അയാളുടെ സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിക്കുന്നു. എന്നാൽ ഇത് മതി എന്നും പറഞ്ഞ് കുറേ ആളുകൾ അതിൽ തന്നെ അങ്ങ് ജീവിക്കുന്നു. അവരുടെ സ്വപ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിനിടയ്ക്ക് നിരന്തരം കുറേ ജോലികൾ മാറി. ലാസ്റ്റാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയാണ് ലൈഫിൻ്റെ ഒരു ഒഴുക്ക് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് ആ രീതിയിൽ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പ്രാരാബ്ദം എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കുന്നത് പഠിക്കാൻ അച്ഛൻ ആദ്യം പറഞ്ഞതാണ് എന്നോട്. 10 കഴിഞ്ഞപ്പം താല്പര്യമില്ലാതെ അങ്ങ് പോയി. 10 കൊണ്ട് നിർത്തിയാ? താല്പര്യമില്ലാതെ അങ്ങ് പോയി. പിന്നെ പടം വരയുടെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പടം വര. അപ്പം അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കഴിവ്. പിന്നെ ഞാൻ ഇലക്ട്രോണിക്സിലും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞപ്പം പടം വരയുടെ ഒക്കെ കുറേ കള കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്നെയാണ് ഇലക്ട്രോണിക്സിലോട്ട് പഠിക്കാൻ വിട്ടത്. ITC പഠിച്ചോ? ITC ഇലക്ട്രോണിക്സ് ITC. അത് പഠിച്ചു. അതൊരു 3 കൊല്ലം പഠിത്തമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കുറേ നാൾ കടന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് അതിനോടൊരു മടുപ്പങ്ങ് തോന്നി. വീണ്ടും ഓട്ടോ, അന്നും പഠിക്കുന്ന ഓട്ടോ ഓടിച്ച് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും ഓട്ടോ ഫീൽഡിലോട്ട് വന്നു. അങ്ങനെ കുറേ നാൾ പിന്നെയും നടന്നു, ഓട്ടോ ഓടിച്ച് നടന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ കളിയാക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അതുകൊണ്ട് ഒരു സുഖം തോന്നിയത്. പിന്നെ ഒരു പഠിക്കണമെന്നൊരു മോഹം തോന്നി. അങ്ങനെയാണ് വീണ്ടും കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് വരുന്നത്. അതും ഇതുപോലെ പഠിച്ച് കയറി. എറണാകുളത്തായിരുന്നു കുറേ. 2010 ഞാൻ ഫസ്റ്റ് കൊച്ചി വരും. 10/10/2010 ആദ്യത്തെ ഓക്സിജൻ്റെ സർവീസ് എഞ്ചിനീയർ ആയിട്ട് ഇവിടെ വരെ ഞാൻ കണ്ടത്. കമ്പ്യൂട്ടറിൽ സർവീസ്, ഓക്സിജന്റെ സർവീസ് എഞ്ചിനീയർ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ആക്സിഡൻ്റ് ഒക്കെ പോയിട്ട് പിന്നെ തിരിച്ചു പോയി. പിന്നെ വീണ്ടും ഞാൻ ACS ടെക്നോളജി ട്രിവാൻഡ്രത്ത്. അപ്പം അവരെന്നെ വീണ്ടും ഇങ്ങോട്ടാക്കി. അപ്പോൾ അവിടെ സർവർ മൗണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നെറ്റ്വർക്കിങ്ങും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ കുറേ നാൾ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഇപ്പോൾ യാത്രയായി. വീട്ടിലൊക്കെ പിന്നെ ഒരു ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും എല്ലാവരെയും. പിന്നെ 3-4 വർഷം കഴിഞ്ഞപ്പോൾ അതൊരു മടുപ്പായി. അതും വിട്ടു. വീണ്ടും ഓട്ടോയിലേക്ക് പോയി. വീണ്ടും ഡ്രൈവ്. പിന്നെ ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് കുറേ നാളങ്ങ് നടന്നു. അമ്മരൊക്കെ ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട്, അത് ഇപ്പോഴത്തെ പിള്ളേരുടെ ജനറേഷൻ എല്ലാം അത് തന്നെയാണ് കേട്ടോ. അച്ഛനും അമ്മയും നോക്കാനുള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ പെൻഷനൊക്കെ പറ്റി, അച്ഛൻ മുനിസിപ്പാലിറ്റി ജോലിക്കാരനാണ്. മുനിസിപ്പാലിറ്റി ജോലിക്കാരനെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വീടെന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പയ്യെ ഇതൊക്കെ. പിന്നെ കുറേ രാഷ്ട്രീയമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇറങ്ങി. പിന്നെ വീടുമായിട്ട് പറ്റിയങ്ങ് നിന്നു. അങ്ങനെയാണ് വീണ്ടും ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഇതിനിടയ്ക്ക് ആംബുലൻസ് ഡ്രൈവർ പോയി. എത്ര ജോലി ചെയ്തു ഇതിനിടയ്ക്ക്? ഇത്രയും അങ്ങനെയൊന്നും ചോദിക്കാൻ ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്യും, മടുക്കും, തിരിച്ചു നിർത്തും, പിന്നെ എന്തെങ്കിലുമൊക്കെ. ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ആംബുലൻസിൽ 4 വർഷമായി. കൊറോണ ടൈം തൊട്ട് തുടങ്ങിയത് ഇങ്ങോട്ട്. എവിടെയായിരുന്നു ആംബുലൻസ് ഡ്രൈവർ? പാലായി തന്നെ. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഓടിക്കുന്നത്. പിന്നെ സേവാഭാരതിയിൽ പോകും. അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തിയത് അവർ തന്നെയാട്ടോ, കൂട്ടുകാരൻ.
അത് ആൽബിനോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാൻ. ഏഞ്ചൽ വിങ്സ് ആംബുലൻസ് ഓടിക്കാൻ നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങളത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതെന്താ അത്ര മോശമായിരുന്നു? നന്നാക്കാൻ പറ്റുമോ നോക്കാൻ മാത്രം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. രാഷ്ട്രീയമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കത്തി അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെയാണ് വണ്ടിയുടെ താക്കോലവൻ എൻ്റെ തരുന്നത്. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങളത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസിലോട്ടൊക്കെ ടൈമായിരുന്നു. രാഷ്ട്രീയം കളിച്ച് തന്ന സമയങ്ങളിലൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായി. പിന്നെ ഒരാളുടെ ഒരു വാക്കാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്തത്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. അത് നന്ദി പറയേണ്ട പാലാ സർക്കിള് രാജൻ കേരമന സാറിനോടാണ്. പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് പിടിപാടുണ്ടോ, പൈസയുണ്ടോ, തൊഴിൽപരമായിട്ടല്ല, അതായത് നമ്മുടെ ഈ പഠിത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മേഖലയിൽ പിടുത്തമുണ്ടോ, അതായത് നമ്മുടെ നിയമങ്ങൾ അറിയാമല്ലോ, എങ്കിൽ നീ ഇവിടെ നിൽക്കത്തില്ലെന്നു പുള്ളി അന്നോട് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. 2010 പിന്നെ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റയ്ക്കായി. പിന്നെ ഞാനും അമ്മയും അച്ഛനും മാത്രമായി. അനിയനുണ്ട്, കല്യാണം കഴിച്ചവർക്ക് വേറെ. പിന്നെ അപ്പോൾ എൻ്റെ മനസ്സിലോട്ടൊരു ചിന്ത കയറി വന്നു തുടങ്ങി. അപ്പട്ടത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റുമാനൂരാണോ പഠിക്കുന്നത്? ഏറ്റുമാനൂർ CSL പോയി വന്നാണോ പഠിക്കുന്നത്? പോയി ദൂരമാണോ, ഒരു അല്ല സ്റ്റുഡന്റ് ആയിട്ട് തന്നെയാണോ? അത് തന്നെ പോയിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിള്ളേരുടെ അടുത്ത് പോയിട്ട്? പിള്ളേരാണോ? അല്ല, +2 കഴിഞ്ഞ് വന്ന പിള്ളേരല്ലേ. അപ്പൊ നമ്മള് പ്രായമുള്ള ആൾക്കാർ. അപ്പൊ അതിൻ്റെതായ സിനിമയിലൊക്കെ പോലെ അല്ലേ, അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഫസ്റ്റ് ഡേ ഓർക്കുന്നുണ്ടോ? സാറാണെന്ന് വല്ലവരും അവനെ ഇതൊക്കെ? അപ്പൊ അവർക്ക് അത് ഞാൻ ജോയിൻ ചെയ്തത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അഡ്മിഷൻ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ ഓടിച്ചോണ്ടിരുന്ന വണ്ടി ഓടിക്കാനായിട്ട് ആളില്ലാതായിരുന്നു. ആംബുലൻസ്. അപ്പൊ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തത്. അപ്പൊ അത് പെർമിഷൻ മേടിച്ചിട്ടാണ് കയറിയത്. പിന്നെ പിള്ളേര് നല്ല സഹകരണം കേട്ടോ. എല്ലാവരും നല്ല അറിയത്ത്. നമുക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുന്ന നല്ല ഒരു അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് പിള്ളേർ പറഞ്ഞു തരും. കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണ്. എൻ്റെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഞാൻ. അതായത് 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് പിന്നീട് ഒരു സ്കൂൾ പരമായിട്ട് അല്ലെങ്കിൽ മറ്റേ ITA പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ഇതല്ലല്ലോ. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒപ്പം ഇരിക്കുക എന്ന് പറയുന്നത്. അവര് വേറെ എന്താ അവര് പറയുന്നത് 90s 2K അല്ലേ, അവര് വേറെ ലെവലാണ്. അവരോട് ഞാനൊരു കാര്യം പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റത്തില്ല. അതേസമയം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം, ഞങ്ങൾ 2 പേരാ പ്രായമുള്ളത്. 2 പേരുണ്ട്. ഒന്ന് പുള്ളി റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ജോണേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം വരാം. നിങ്ങൾ എന്ത് വെച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ കോളേജ് എന്ന് പറഞ്ഞാൽ സാറുമാരൊക്കെ മിസ്മാരൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി, ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരാൻ ഹെൽപ്പുള്ള ആൾക്കാരാണ്. LLB എത്രാമത്തെ വർഷമാണ്? 2ാം വർഷം. ഇനി എത്ര വർഷം കൂടെ പോകണം? 2029 ആകുമ്പോഴത്തേക്കും കൂട്ടിടാം എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മള് ഫണ്ട്സ് നമുക്കൊരു ആഗ്രഹം. ഇപ്പം എപ്പോഴെങ്കിലും മനസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയത് മടുപ്പ് കൊണ്ടായിരിക്കും, അതായത് പിന്നീട് ഇനി പഠിക്കാനുള്ള? അതെ, എന്താന്ന് ചോദിച്ചാല് എനിക്ക് അത് നമ്മുടെ സ്കൂളിലുണ്ടായ ഒരു പ്രശ്നമാണ്. എന്താണ്? ക്രിക്കറ്റ് കളിയൊക്കെ ഭയങ്കരമായിട്ടും മനസ്സിൽ കൊണ്ടായിരുന്നത്. ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ അന്ന് ക്രിക്കറ്റ് കളി അന്ന് ഒരു കുറ്റമായിട്ട് പറഞ്ഞതല്ല ഞാനത്. നമ്മുടെ സാറുമാരായാലും ചില ആൾക്കാരോട്, അന്നത്തെ ഒരു ജനറേഷനുണ്ട്, നമ്മുടെയൊക്കെ ആ ജനറേഷൻ നിൽക്കുന്ന സമയം ചില ആൾക്കാരോട് മാത്രമായിരുന്നു ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഒരു അവഗണിച്ച് പോകുന്നവർ തന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിക്കറ്റ് കളിയുടെ ഒരു ഇത് വന്നു. അപ്പോൾ അന്ന് നല്ലപോലെ കളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് അത് താല്പര്യമില്ലാതെ അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ കയറി. പിന്നെ ഒരു മൊത്തത്തിൽ നമ്മുടെ മനസ്സിലൊരു വെറുപ്പ് തോന്നിക്കഴിഞ്ഞ്, വിഷമം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാ കാണിച്ചില്ല പിന്നെ ശരിയാതെ. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ വേറൊരു മേഖല, എനിക്ക് പടം വരയോട്, എൻ്റെ അമ്മാവൻ പടം വരയ്ക്കും, പുള്ളിയോട് ഒരു ഇത് തോന്നിയപ്പോഴാണ്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിൽ അനുഭവിക്കാത്തൊരു വളരെ ചുരുക്കമായിരിക്കും കുഞ്ഞുങ്ങൾ. അതായത് ചില ടീച്ചേഴ്സിന് ചിലവരോട് മാത്രം നിറം, അതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കഴിവുണ്ടെങ്കിൽ കൂടിയും അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ ആൾക്കാരൊക്കെ ക്ലാസ്സിലുണ്ടോയെന്ന് പോലും അവർ രജിസ്റ്റർ പോലും ചെയ്യത്തില്ല. നമ്മൾ എത്ര കഴിവുണ്ടായിട്ട് എത്ര കാണിച്ചാലും അത് കാണിച്ചതായിട്ട് അവർക്ക് തോന്നത്തില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള മടുപ്പിൽ ഒരാൾ പഠിത്തം നിർത്തിയെന്ന് ഞാൻ ആദ്യമായിട്ട് ഒരാളെ കാണുന്നത്. നമ്മൾക്കൊക്കെ അതൊക്കെ നേരിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അന്ന് കൂടുതൽ വാശിയായിരുന്നു പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞല്ലോ പഠിത്തം നിർത്തിയെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുക, എന്ത് പെയിൻ ആയിരിക്കാം നിങ്ങൾ എടുത്തത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. ഈ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് പേർക്ക് ഇത് റിലേറ്റഡ് ആവും. ഇന്നും നമ്മൾ അധ്യാപക ദിനത്തിൽ എത്രയോ മനുഷ്യര് പഴയകാലം ഓർത്തെടുത്ത് ചീത്ത വിളിക്കുന്നവരുണ്ട്. അല്ലേ, ഞാൻ ചീത്ത വിളിക്കാറില്ല. ഞാൻ നമ്മളെ പഠിപ്പിച്ച സാർമാരെല്ലാം ഞാൻ കാണാറുണ്ട്. അവരിങ്ങോട്ട് കണ്ടില്ലേ പോലും ഞാൻ അങ്ങോട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇപ്പം ഈയിടെ ഞാൻ എൻട്രൻസ് എഴുതി എനിക്ക് കിട്ടിയപ്പം ഞാൻ നല്ല ആംബുലൻസുമായിട്ട് ഞാൻ മെഡിസിറ്റി ഓട്ടം ചെന്ന സമയത്താണ്. അന്നാണ് എന്നെ ഇംഗ്ലീഷ് 10 പഠിച്ച സാറിനെ ഞാൻ കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാറാണ് ഏമാത്ത് സാറ്. 10 ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അപ്പോൾ പുള്ളിയെ കണ്ടപ്പം
പുള്ളിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എൻട്രൻസ് കിട്ടി, ഞാൻ അഡ്മിഷൻ കിട്ടി, ഞാൻ പോകട്ടോ. അന്നേരം സാറിനോട് പറഞ്ഞു അന്ന് നിന്നോട് പഠിക്കാൻ പറഞ്ഞ സമയത്ത് നീ അത് പഠിക്കാതെ നടന്നു, ഇപ്പം എന്താ ഇനിയെങ്കിലും പൂർത്തിയായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ. പിന്നെ നമ്മുടെ ജാതകമൊക്കെ എഴുതുന്ന സമയമുണ്ടല്ലോ, മോശം ടൈമുകളൊക്കെ നമ്മുടെ ഹിന്ദുക്കളെ ഇത് വെച്ചിട്ട് പോയി. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചിലത് തെറ്റത്തുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ വീട്ടുകാർക്ക് അതൊരു വലിയ, ഇപ്പൊ ഇപ്പോഴാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ പഠിത്തം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അന്നൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തി എന്തോ വലിയ അപരാധമാണ് അവിടെ. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് ഇപ്പം എന്നോട് പഠിച്ചവരിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡ്രൈവിങ് കാര്യങ്ങളും ടൗണിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും തന്നെ വെളിയിലും നല്ല ജോബിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ 1 തൊട്ട് 10 വരെ പഠിച്ചവരുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എപ്പോഴും പറയാം നീ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു, സമയത്ത് പറഞ്ഞിട്ടു. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴാണ് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഞങ്ങളൊക്കെ അതുപോലെ ഭയങ്കര കമ്പനി, ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ്. എവിടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലമാണല്ലോ ബാക്ക് ബെഞ്ചേഴ്സ്. എന്നാൽ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത് അവരാണ് എന്നും അനുഭവമാണ് പറയുന്നത്. ബാക്ക് ബെഞ്ചിലേ ഇരിക്കത്തുള്ളൂ. ചില പീരീഡ്സിൽ ഞാൻ ഫ്രണ്ടിൽ വരും, എന്നെ സാറ് ഫ്രണ്ടിൽ ഇരുത്തും. കാരണം സാറ് പറയും അവിടെ ഇരുന്ന സാറിന് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, ശരണ്യ ഇവിടെ വന്നിരുന്നോളാൻ പറയും. സംബന്ധിച്ചത് ബാക്ക് ബെഞ്ചേഴ്സുകാർക്ക് പണ്ടൊക്കെ ഒരു പുച്ഛ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഏറ്റവും സുഖമുള്ളത് ഞാൻ നോക്കിയിട്ട് ഇപ്പോഴാണ് ഇപ്പോഴത്തെ പിള്ളേർക്കാണ്. ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. 2 ജനറേഷന്റെ കൂടെ പഠിച്ചേക്കുന്നു, ഒന്നും നമ്മുടെ തലമുറയുടെ ഇപ്പോഴത്തെ തലമുറയുടെ കൂടെ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഫുൾ ഇതാണ്. അല്ല ഇപ്പൊ എല്ലാം നമുക്ക് വിരൽത്തുമ്പിലല്ലേ. നമ്മളോടൊരു അസൈൻമെന്റ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു പ്രോജക്റ്റ് ആണ് അസൈൻമെന്റ്. പ്രോജക്റ്റ് എന്നാ പറയുന്നത്. പ്രോജക്റ്റ് മറ്റേ വെള്ള പേപ്പർ മേടിച്ച് മറ്റേ വരച്ച് എന്നൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്കെച്ച് പേന കൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മളെന്ന് പറയുന്നത് ഭയങ്കര പാടാ. ഇന്ന് പിള്ളേർക്ക് എന്താ എല്ലാം ജസ്റ്റ് ലേ ഔട്ട് ഡിസൈനോ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത സെറ്റായി. ഇതിപ്പോ ക്ലാസ്സിൽ പഠിക്കും. പണ്ടൊക്കെ നമുക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും നമ്മുടെ ഡെസ്കിനടി മൊബൈലുണ്ട്. ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം എടുത്ത് അടിച്ച് നോക്കുമല്ലേ. അതാണ് മെറ്റ ഇതൊക്കെ നോക്കിയിട്ടുള്ള പരിപാടികളല്ല എല്ലാവരും ചെയ്യുന്ന പരിപാടികൾ. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതാരാണ് LLB എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞത്? LLBയിലേക്ക് പോകണമെന്നും നമ്മുടെ ജീവിതത്തില് ദൈവദൂതനെ പോലെ ഒരാൾ കടന്നു വരുമെന്ന് പറയാറില്ല. എൻ്റെ ലൈഫിലുണ്ടൊരു, അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ പുള്ളി ശരിക്കും പറഞ്ഞാൽ ജഡ്ജാണ്, കൊണ്ടാണ് പറയാത്ത. എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാണ് പുള്ളി. പുള്ളിയുടെ കയ്യിൽ വന്ന് ഞാൻ പെട്ടതാണ് എൻ്റെ ലൈഫ്. ആംബുലൻസിന്റെ ഡ്രൈവിങ്ങിന്റെ ഇടയ്ക്ക് പെട്ടതാണോ? അന്ന് ഓട്ടോ ഓടിക്കുന്ന ടൈമിൽ. അപ്പം ഭരണങ്ങാനത്ത് വെച്ച് പുള്ളിയെ മീറ്റ് ചെയ്തതാണ്. പക്ഷെ ഞാനത് മറന്നുപോയായിരുന്നു. പുള്ളിയെ യാദൃശ്യമായിട്ട് ഭരണങ്ങാനം പള്ളി വന്നപ്പം മീറ്റ് ചെയ്തതാണ്. പക്ഷെ ഞാൻ മറന്ന ശേഷം പുള്ളി കറക്റ്റ് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിന് എനിക്കൊരു കോള് വന്നു. എൻ്റെ നമ്പറൊക്കെ മേടിച്ചു. പക്ഷെ മൊത്തം ഞാൻ മറന്നുപോയായിരുന്നു പുള്ളി. പക്ഷെ പുള്ളി എന്നെ തേടി. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ ലൈഫ് മാറുകയാണ്. അത് 2020 നമ്മുടെ 2020 നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് എൻ്റെ ലൈഫ് അങ്ങോട്ട് മാറുകയാണ്. അപ്പൊ ആ സമയത്ത് ട്രൈ ചെയ്ത് എത്ര വർഷം LLBക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല. പുള്ളിയോട് ഞാൻ കുറച്ചാൾ പോയി നിന്നു. പുള്ളിയുടെ കൂടെ പോയി കുറച്ച് 2-3 ദിവസമൊക്കെ നിന്നു. ഒരു തോന്നി നമ്മുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി വന്നു. എന്നെ ആരും പറഞ്ഞു വിട്ടോന്നില്ല. ഈ പഠിക്കുന്ന കേസുകളൊന്നും എന്നെ ആരും പറഞ്ഞിട്ട് ഞാൻ തന്നെത്താനെ ഉണ്ടായതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇരുന്നപ്പം ചേട്ടായി എനിക്ക് പഠിക്കാൻ പോയാൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടെന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു LLB എടുത്താൽ കൊള്ളാൻ ആഗ്രഹം ഉണ്ടെന്നു. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പം അത് ഞാൻ ലോണാണ് നോക്കാൻ വേണ്ടി. എനിക്ക് ഇപ്പോഴും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു കാര്യമാണ്. ഞാൻ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ട്രൈ ചെയ്തു. ബാങ്കിൻ്റെ പേര് മഹാരാഷ്ട്ര ബാങ്കിലാണ്. എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്ന് മാനേജറെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഈട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ ലോണിന് ഈടിൻ്റെ ആവശ്യമില്ലാത്തതാണ്. പഠിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അവരെന്നോട് ചോദിച്ച ഈടാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. സ്വന്തമായിട്ട് പറയാനായിട്ട് ഒരു ഓട്ടോറിക്ഷ മാത്രമുണ്ട്. ഞാൻ പറഞ്ഞു മാഡം ഞാൻ ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ അങ്ങ് പറഞ്ഞു. മാനേജർക്ക് തരണമെന്നും ഉണ്ടായിരുന്നു, എനിക്ക് ലോൺ തരണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ എന്നോട് ചോദിച്ചു അനൂപ് ലോൺ തന്നു കഴിഞ്ഞാൽ അനൂപ് എവിടെ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ച് തന്നെ ഞാൻ അടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. സോണൽ ഓഫീസിൽ പറഞ്ഞപ്പം അന്വേഷിച്ചപ്പം പറഞ്ഞു ലോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ആ ഉണ്ടായ ഒരു ഫീലും വിഷമവും ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരവസ്ഥ. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ മാനേജർക്ക് എൻ്റെ മുഖം മാനം കണ്ടപ്പോൾ മാനേജർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ
കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ ലോണ് ഈട് വേണ്ടാന്ന്. പക്ഷെ അതുപോലെ ആരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. ലോൺ കൊണ്ട് കൊടുക്കുക. അപ്പം പഠിക്കാനുള്ള കാര്യം ആയതുകൊണ്ട് ഇല്ലാത്ത എവിടുന്നേക്കും ഈട് കൊണ്ടൊക്കെ കൊടുക്കും. ലാസ്റ്റ് എന്നോട് പറഞ്ഞു ആരെ കൊണ്ടല്ലോ ഒന്ന് പറയിച്ചാൽ മതി എന്ന് ചോദിച്ചു. അതിനുവേണ്ടി ഞാൻ നടന്നു 3 മാസം രാഷ്ട്രീയക്കാരെ കൊണ്ട് പറയും. മടുത്ത് കഴിഞ്ഞപ്പം ഞാൻ സ്വയം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. അപ്പം എൻ്റെ മനസ്സിലൊരു വാശിയായി, അമ്മ ഇത് നേടിയെടുത്തിട്ടുള്ളെന്നുള്ളൊരു വാശിയായി. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എറണാകുളത്ത് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഒരാൾ ഹൈക്കോടതി വക്കീലാണ്. അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞു ചേട്ടായി കീയുടെ ബുക്ക് മേടിച്ചോളാം. 900 രൂപ 900 രൂപയായിരുന്നു. അതായത് 2023 കാര്യമാണ് ഞാൻ ഈ പറയണത്. 2023 കീയുടെ ബുക്ക് മേടിച്ചു, എൻട്രൻസ് എഴുതി, വണ്ടിയിലിരുന്ന് പഠിച്ചു. അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് പോയി ചോദിച്ചു. 80,000 രൂപയാണോ? 80,000. ഇനി വണ്ടി ഓടിക്കുന്ന എനിക്ക് ആപ്പടെ ആംബുലൻസ് ഓടിച്ചാൽ മെഡിക്കൽ കോളേജ് പോയി കിടന്നത് എനിക്ക് 260 രൂപ. ചിലപ്പം 1300 രൂപ മെഡിക്കൽ കോളേജ് പോകുന്നതിന്, അതിനകത്ത് 260 രൂപയാണ് എനിക്ക് ബാറ്റ പൈസ കിട്ടുന്നത്. ചിലപ്പം ചിലവരുടെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ ബാറ്റ പൈസ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 80,000 രൂപ കൊടുത്ത് എവിടെ നിന്ന് എൻട്രൻസ് പഠിക്കാനായിട്ട്? അപ്പോൾ HNC പോയിട്ട് ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു എൻട്രൻസിൻ്റെ ബുക്ക് മേടിച്ചു. വണ്ടി ആയിരുന്നു പഠിച്ചു. ഫ്രീ ടൈം ഇരുന്ന് നോക്കി. എല്ലാവരും മൊബൈൽ നോക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ വീഡിയോ ഒന്നും കാണുമൊന്നുമില്ല, ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കിട്ടി അതന്നെ എൻ്റെ ഏറ്റവും വലിയ അടിപൊളി. സൂപ്പർ. അതൊരു ഞാനിപ്പം ലോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യമുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാനും ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ലോണ് ചോദിച്ചു, നമ്മുടെ സ്റ്റുഡിയോ പണിയാൻ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ലോകത്തൊന്നുമില്ലാത്ത, അതായത് ജനിച്ചപടി നിൽക്കുന്ന മനുഷ്യരാണ് ഞാനെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഭൂമിയില്ല, ഈട് വെക്കാൻ സ്വർണ്ണമോ ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എന്നോട് ലാസ്റ്റ് ചോദിച്ചു ഗോൾഡ് ലോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ കഴുത്തേക്ക് ഇറങ്ങാൻ ചരട് എടുത്താണ്, ഇതെൻ്റെ കഴുത്തേക്ക് ഇറങ്ങാൻ സാധനം, ഇത് വെച്ചാൽ പണയം വെച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചു. ഗോൾഡ് ഉണ്ടായിരുന്നു, ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പുഴുവിനെ പോലെ ആവുന്ന ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ, ഇങ്ങനെ കെഞ്ചണ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ, ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ എനിക്കൊന്നും യോഗ്യതയില്ല. കാരണം ഭൂമിയില്ല എന്ന് വെച്ചാൽ ഭൂമി ഉള്ളവർക്കെല്ലാം ഇതുണ്ടെന്നല്ല, നമുക്കെന്ന് പറഞ്ഞൊരു ആവശ്യത്തിന് സ്വർണ്ണമില്ല. എനിക്കങ്ങ് ഭയങ്കര വിഷമം, ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞ് ഡൗൺ ആയി. ശരിക്കും പറഞ്ഞാൽ മരിച്ചേക്കാം എന്നൊരു മൈൻഡ് സെറ്റ് വന്നു. സീരിയസ്ലി ഞാൻ ഭയങ്കര, എന്നിട്ട് നമ്മൾ എന്തായാലും ഫേസ്ബുക്കിൽ എഴുതിയിടൂല, നമ്മുടെയൊക്കെ ഒരു നേച്ചർ അതാണല്ലോ. എഴുതിയിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യേ മോശം, എന്നെ ആൾക്കാർ അങ്ങനെയല്ലല്ലോ കാണുന്നേ. നമ്മൾ ഭയങ്കര താത്വികമായ അവലോകനം നടത്തുന്നവരാണല്ലോ. പെട്ടെന്ന് തന്നെ മാറ്റി. പിന്നെ ഏതോ ഇന്ന് ഇത്രയും ഇങ്ങനെ സംഭവിച്ചു. എനിക്കുണ്ടായ ബാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അവർ ഏത് കൺസെൻസിൽ എടുക്കുമല്ലോ ഒന്നും അല്ല, ഏത് ബാങ്ക് ആണെങ്കിലും സാധാരണക്കാരന് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. കാരണം അതങ്ങനെയാണ്. അവര് നമ്മളുടെ അറ്റയറിൽ തന്നെ ലുക്ക് ആൻഡ് ഫീലിൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. പിന്നെ നമ്മൾ രണ്ടാമതൊന്ന് ചോദിച്ചു അവിടെ എഴഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് മാനേജറോട് ഞാൻ ചോദിച്ചു, ഈട് വെക്കാൻ എൻ്റെ ഇല്ല, നിങ്ങൾ എത്ര ഈ അംബാനി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ലോണ് അവർക്ക് തിരിച്ചടയ്ക്കാൻ സാമ്പത്തിക, അവർ ജപ്തിയും കാര്യങ്ങളും എല്ലാം എടുക്കാം. ഇപ്പം അവർ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈട് പോലും ചോദിക്കാൻ നിങ്ങൾ കൊണ്ട് കൊടുക്കുകയില്ലെന്ന് ചോദിച്ചു. അതേസമയം അത് മാത്രമല്ല, നിങ്ങൾ ഒരു നല്ല ഡ്രസ്സല്ല, ഒരു വണ്ടിയിൽ വരുന്ന ആൾക്കാർ, നല്ലൊരു കാറേ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ എണീറ്റ് നിന്നിട്ട് ചായയും കാപ്പിയും സ്നാക്സ് വരെ കൊണ്ട് കൊടുത്ത് അവർക്ക് ലോൺ വേണ്ടെന്ന് പറഞ്ഞാൽ ലോൺ നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയില്ലെന്ന് ചോദിച്ചു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്നും സാധാരണക്കാരായിട്ടേ നിൽക്കുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ഇപ്പോൾ വേണമെങ്കിൽ അത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ ബുദ്ധിമുട്ട് മറ്റുള്ളവർ ചോദിച്ചു എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കൺഫേം ആയിട്ട് ഞാൻ ചെയ്തു. ഈ പറഞ്ഞ വിളിപ്പിച്ചാൽ മതി എന്നൊക്കെ നമ്മളോടും പറയാം, അവരെ കൊണ്ട് വിളിപ്പിക്കും. ഈ വിളിപ്പിക്കാൻ പറയുന്നവരെ വിളിക്കണേ തന്നെ കുറെ നാളെ അത് വേറെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. ആരുടെയും കീഴിലല്ല ഞാൻ പോയേക്കുന്നത്, ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എനിക്ക്. കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലുള്ള നമുക്ക് എല്ലാത്തിനും എതിർക്കാൻ പറ്റും. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എപ്പോൾ എന്നാ വെള്ളം നമുക്ക് ആടും വെള്ളം. ഇതിപ്പം ഈ എൻട്രൻസ് എഴുതിയെന്ന് പറഞ്ഞല്ലോ, ഇംഗ്ലീഷിലാണല്ലോ, അപ്പൊ കുറെ നാളായിട്ട് ഈ ടച്ച് വിട്ട് നിൽക്കുമല്ലായിരുന്നോ? പിന്നെ അതെങ്ങനെ മേക്ക് ചെയ്തേ? അത് ഹിന്ദുപത്രം, നമ്മളെ ചേട്ടാ ദേവദൂതപ്പുറം പുള്ളി വന്ന് പറഞ്ഞില്ലേ, പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഹിന്ദുപത്രം വായിച്ചോളാം. വായിച്ചു, നമ്മൾ സാധാരണ ലാംഗ്വേജ് ആണോ, വായിച്ചാൽ മനസ്സിലാവും. പത്രം വായിക്കുക, ആ കൂടെ തന്നെ മലയാളം പത്രം കൂടെ വായിച്ചോളൂ, കുറച്ച് തന്നെ ആയിക്കോളും.
അങ്ങനെ എടുത്താണ്. സൂപ്പർ. ഞങ്ങൾ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഹിന്ദു ഞങ്ങൾ റെഫർ ചെയ്യാൻ പറഞ്ഞു. അത് സാധാരണ ലാംഗ്വേജ് അല്ല കേട്ടോ. പിന്നെ വന്നത് പിന്നെ എന്നോട് ഇംഗ്ലീഷ് ഒന്നും പറയാൻ പറഞ്ഞു. നീ എന്നെ ആക്കിയതാണോ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് എങ്ങനെ മനസ്സിലായത്? പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം ഇത് വരും, നമുക്ക് പെട്ടെന്നൊരു തപ്പല് വരും. ലാംഗ്വേജ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് വേറെ നമ്മള് ഒരു ഇതല്ലല്ലോ, ഇപ്പൊ ഒരു കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഒരെണ്ണം സബ്മിറ്റ് ചെയ്യുമല്ലോ, നമ്മള് തമ്മിലല്ലേ സംസാരിക്കുന്നത്. അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ പോലും ഇംഗ്ലീഷിൽ ഞാനുള്ള കാര്യം പറഞ്ഞു, ഞാൻ നോക്കിയേ വായിക്കുള്ളൂ. ആദ്യമേ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. അതിന് സാറ് പറഞ്ഞിട്ടുണ്ട്, ബോണി സാറാ പറഞ്ഞത്, ഓരോരുത്തരുടെ പരിമിതികളുണ്ട്, അത് വെച്ചിട്ട് ചെയ്തോളാം. പക്ഷെ എന്നോട് ഇതൊരൊന്നും പറഞ്ഞല്ലോ കേട്ടോ, അവർക്ക് നമ്മളെ ഒരു പരിമിതി അറിയാലോ, അത് വെച്ച ഒരു അല്ല അതൊരു അത് മനസ്സിലാക്കാനുള്ള ചില അധ്യാപകർക്കും മാത്രമേ പറ്റുള്ളൂ. എല്ലാവർക്കും ആവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് നേരെ. ഇതിനിടയ്ക്ക് രാഷ്ട്രീയം കളിച്ച് കുറച്ച് പ്രശ്നങ്ങളായെന്ന് പറഞ്ഞു. അത് നമ്മള് സോഷ്യൽ ആനിമലായി. എന്തുവാണ് പ്രശ്നം? ഗുണ്ടയായിരുന്നോ? അല്ല, ഞാനിപ്പോ പാലായി ചെന്ന് ചോദിച്ചാൽ പേര് ചോദിച്ചാൽ 10 പേര് അറിയുന്ന ആളാണോ? ടൗണിൽ വെച്ചാൽ അറിയാം. അറിയോ? പിന്നെ എന്താ സംഭവം? അതില് നമ്മളെല്ലാ കാര്യം സോഷ്യൽ ഇഷ്യൂസുകളെല്ലാം ഇടപെടുമായിരുന്നു. അത് ആളും തരവും നോക്കൊന്നുമില്ലായിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം, ആളുടോടാണെന്ന് പറയും. ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ നമ്മൾ പോരത്തില്ല. പക്ഷെ അതൊക്കെ പിന്നെ വേണ്ടാന്ന്. എന്ത് പറ്റി? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇപ്പൊ കുറഞ്ഞോ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുറഞ്ഞല്ല. ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ കൊള്ളരുതാത്തരാണ് സമൂഹത്തിന്. അതാണ് അത് തിരിച്ചറിയാൻ ഇച്ചിരി താമസം എടുത്തു. എന്ത് പറ്റിയ? അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഗുണ്ടയായിട്ടും തെമ്മാടിയായിട്ടും പോക്കിരിയായിട്ടുമാണ്, അലമ്പനാക്കിയായിട്ടാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ലാസ്റ്റ് എന്നെ വണ്ടിയുടെ താക്കോലേപ്പിച്ചു, നിന്നെ നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ എന്നാലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ വണ്ടിയിൽ ഈ ആംബുലൻസ് ഇരുന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞാൽ ഞാൻ മുഖം നോക്കാതെ ഞാൻ പറഞ്ഞു, അത് ആരോടായാലും. പിന്നെ ഒഴിവായി പോകുന്നതാണെങ്കിൽ ഒഴിവായി പോകും, തിരിച്ചുകൊണ്ടങ്ങ് പോകും. പക്ഷെ പിടിച്ചിടം കൊണ്ടാണ് പോരുള്ളൂ. അതിനപ്പം എന്താ ഇപ്പോൾ ഈ ചില ആൾക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇനി നീ പഠിക്കാനൂടെ പോയി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ നിനക്ക് ആരുടെ ഒരു സപ്പോർട്ട് വേണ്ടല്ലോ. ശരിയാണ്, എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നല്ലൊരു ധാരണയുണ്ട്. ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയൊക്കെ ഇടപെടണം എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ കൂട്ടി വിളിച്ചവർ ആ പൂ അങ്ങ് മാറിയിട്ട് അതിൻ്റെ അടുത്ത് സായായി അക്ഷരം. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായി. സാറേന്നായി. അപ്പോൾ ആ റെസ്പെക്റ്റ് എനിക്ക് ഇപ്പോൾ കിട്ടിത്തുടങ്ങി. അതന്നെ എൻ്റെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ്റെ പവർ. അതാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്. എഡ്യൂക്കേഷനും പേരും പണവും ഇതുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒന്നും നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവനൊന്നും താഴ്ത്തട്ടി കിടക്കുക. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. എന്താണ്? അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കഥകൾ പിന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ കൂട്ടുകാർ ചതിച്ച് അത്രേ ഉള്ളൂ. അത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇതാവും. അവരോടൊന്നും എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. അവരോട് ദേഷ്യപ്പെടേണ്ട എന്താ കാര്യം ചെയ്യണം? പക്ഷെ അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ ആര് ചിന്തിച്ചാലോ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലായിരുന്നു നിന്നിരുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്. പക്ഷേ ചെയ്തു കൊടുത്താൽ അത് തിരിച്ചെനിക്ക് കിട്ടണത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എനിക്ക് കിട്ടണേ, മോശമായിട്ട്. പക്ഷെ അത് നല്ലതാണെന്ന് ഞാൻ ചെയ്തത് നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും കാലം കുറച്ച് ഇതാവും. പിന്നെ ആരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് നല്ലതാണെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 10 നന്മ ചെയ്താലും ഒരു ചീത്തയുടെ പേരില്ല നമ്മളെപ്പോഴും അറിയപ്പെടും. അതത്രയുള്ളൂ. അതിപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ആങ്കറിങ്ങിൽ പോലും പറയുന്നൊരു കാര്യം അതാണ്. ഞാൻ എത്ര നല്ല സ്റ്റോറി ചെയ്തു എന്നല്ല, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വെള്ളി വീണാൽ അല്ലെങ്കിൽ ഒരു അബദ്ധം വീണാൽ അതായിരിക്കും പിന്നെ നമ്മളിങ്ങനെ തുടരെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര പ്രശ്നമാവും. നമ്മൾ അതങ്ങനെയാണ് അത്. പക്ഷെ അതും ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് അല്ലേ? ലൈഫ് തന്നെയാണ്. കാരണം അതൊരു ലേണിംഗ് അല്ലേ, ലേണിംഗ് പ്രോസസ് ആണ്. നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടോ? അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം. മാരീഡ് ആയിട്ടില്ല? ഇല്ല. വക്കീൽ കോട്ടിട്ടിട്ടേ ഉള്ളൂ? ഇനി കോട്ടിട്ടിട്ടല്ല, 24 പെണ്ണ് കണ്ട് 24 പെണ്ണ് കണ്ട് 2 തേപ്പും കിട്ടി പോലെ സമാധാനമായില്ലേ? ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടേ? അതില് ഒരു ഇഷ്യൂസ് അതാണ്, കല്യാണത്തിന്റെ ഇഷ്യൂ ആണ്. ജയിലിൽ പോയതോ? ജയിലിൽ പോയെന്ന് പറഞ്ഞാൽ അത് കല്യാണം വരെ എത്തി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ തന്നെ ചോദിച്ചു, അവർക്ക് വേറെ ഇഷ്ടം ഉണ്ടായിരുന്നു,
എന്നെ പ്രേമിച്ചുകൊണ്ട് തന്നെ വേറെ ഇഷ്ടത്തിൽ ചെന്ന് ചാടി, അതങ്ങ് പോയാൽ പോരെ, നമ്മളെ വലിച്ചിറക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവരാ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് പോയി, അത് ഞാൻ കാരണം വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു, കൊണ്ട പരാതി കൊടുത്തു. പിന്നെ അന്നൊക്കെ നല്ല അവര് കല്യാണം വേണ്ടെന്ന് വെച്ചോ? ആ ചെറുക്കൻ്റെ കൂട്ടുകാർ അവരാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു, ആ ടൈമിൽ തന്നെ പെൺകുട്ടി വേറൊരാളെ സ്നേഹിച്ചു, ആ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, എന്നിട്ട് ജയിലിൽ പോയി കിടന്നു. ജയിലെന്ന് പറയണ്ട ഒരു രാത്രി ഞാനോ വർഷങ്ങളായിട്ടൊന്നും കടന്നു പിറ്റേ ദിവസം തന്നെ അതൊക്കെ തീർന്നു പോയി. അല്ല, അത് തിരിച്ചിറങ്ങി വന്നിട്ട് ആരോടാ പിന്നെ ചോദിച്ചത്? ആരോടും ചോദിക്കാനൊന്നുമില്ല. നമ്മൾ ഒരിക്കല് വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല. നമ്മളെ ആ ആളെ അർഹിക്കുന്നില്ല, നമ്മളെ ആ ആളെ അർഹിക്കുന്നില്ല. ഇതോടെ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ എൻ്റെ പാടത്തും തന്നെ ഒരു റിവഞ്ചാണ് എല്ലാവരോടുള്ള, സമൂഹത്തിനോടുള്ള റിവഞ്ചല്ല, നമ്മുടെ ചില ആൾക്കാരോടുള്ള ഒരു റിവഞ്ചാണ് അത്. എനിക്കത് ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ വേറെ മുന്നേ ഞാൻ നിലനിർത്ത് തന്നെ നിൽക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ പൂ കൂട്ടി വിളിച്ചവൻ ഇപ്പം സായം നായെന്ന് പറയും. ഇപ്പോൾ പിള്ളേരായ പോലും ഒരു തമാശക്കാലം വക്കീൽ സാറേ എന്ന് വിളിക്കുമ്പോൾ തന്നെ കേൾക്കാനൊരു രസമുണ്ട്, കേൾക്കാനൊരു. അപ്പോൾ ഞാൻ ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ നിന്നാൽ പോലും കൂട്ടുകാർ എല്ലാവരും കൂട്ടുകാരാണ്. എന്നെ പാലാ ടൗണിൽ തന്നെ അറിയത്തില്ലാത്ത ആൾക്കാർ കുറവാണ്. ഇപ്പം വണ്ടിയിലൊക്കെ പോകുമ്പോൾ അമ്മ ഒരു ചുമ്മാ ഇരുന്നു വക്കീൽ സാറെന്നൊക്കെ വിളിക്കുമ്പോൾ തമാശ നമുക്ക് ഇതാണ്, കൂട്ടുകാർ വിളിക്കുമ്പോൾ തന്നെ കേൾക്കാനൊരു രസമാണ്. വക്കീൽ സാറേ എന്നൊക്കെ അവർ ഒച്ചയെന്ന് വിളിക്കും. പിന്നെ അവർ പറയാറുണ്ട് കേട്ടോ, പിന്നെ എന്ത് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പോലത്തെ കാര്യങ്ങൾ ഞാൻ സാർമാരോട് ചോദിക്കും, അല്ല ഞാൻ നെറ്റിൽ കയറി നോക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ 24 പെണ്ണ് കണ്ടിട്ട് ഒരെണ്ണത്തിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. ഡ്രൈവർമാരെ ആർക്കും താല്പര്യമില്ലല്ലോ. അതൊരു വലിയ, പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, എന്താ സംഭവം? എനിക്കറിയത്തില്ല അതെന്താണെന്ന്. ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവറാണോ? ഓട്ടോ ഡ്രൈവറൊന്നുമല്ല, പൊതുവേ ഡ്രൈവർമാരോട് ഒരു അകലിച്ചാണ്. പിന്നെ എല്ലാവരും പ്രേമിച്ചുമൊക്കെ ചിലരുടെ ഡ്രൈവിങ്ങിൻ്റെ ഇത് കണ്ടിട്ടൊക്കെ പ്രേമിക്കുന്ന ആ ഒരു സ്റ്റൈലൊക്കെയാണ്. അതാണ് എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കല്യാണ കാലം കഴിയുമ്പോൾ ജോലിയാണ്, വൈറ്റ് കോളർ ജോബുകളോടാണ് എല്ലാവർക്കും താല്പര്യം. ഡ്രൈവറാന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയപ്പോൾ എനിക്കൊരു മടുപ്പായി. പിന്നെ ഇന്ന് വരെ ഞാൻ പെണ്ണ് കണ്ടപ്പോൾ എത്ര വർഷമായിരുന്നു, എത്ര വർഷമായിരുന്നു, താല്പര്യമില്ല ഇതിൽ. വർഷങ്ങൾക്ക് മുന്നേ പെണ്ണ് കണ്ടുപോയത് ഞാൻ ഇവിടെ 2015 ടൈമിനോട് കൂടിയാണ് ഞാൻ ഒരു 14 ഓർക്കുന്നില്ല വർഷം കൊച്ചിയിലെ ജോലിയുടെ ഇവിടെ ഞാൻ വിടുമ്പോൾ തന്നെ പെണ്ണ് കാണാൻ തുടങ്ങിയായിരുന്നു. ആംബുലൻസിൽ ഇപ്പം ഓട്ടോ ആകുമ്പോൾ നമുക്കറിയാം, ഓട്ടോക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നൊരു ഡയലോഗ്, എപ്പോൾ തിരിക്കും വളയ്ക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എപ്പോൾ തിരിക്കും വളയ്ക്കുന്നു. മാഡം ഓട്ടോ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പം ഒരു അഡ്രസ്സ് കയറുമ്പോൾ ചേട്ടാ നേരെ പോകും, പോട്ടെ എന്ന് പറയും. എന്നാൽ ഒരു കറക്റ്റ് സ്ഥലം പറയത്തില്ലേ അവർ, അങ്ങോട്ട് തിരിക്കാണ്. അപ്പം ഡ്രൈവർ തന്നെ ഇപ്പം ശകലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ പൈസ കൂടുതൽ എടുക്കാനല്ലേ ഇങ്ങനെയൊക്കെ പറയും. അപ്പം അതാണ് പ്രശ്നം. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കമൻറ്റാണ്, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ എന്താ ഇൻഡിക്കേറ്റർ. ഈ പുറകിരിക്കുന്ന യാത്രക്കാരുടെ കയ്യിലെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. പണ്ട് നമ്മൾ വണ്ടി അങ്ങന്ന് ഇപ്പോൾ വന്നെന്ന് കൂട്ടിക്കും, നിങ്ങൾ ഓട്ടോ നോക്കി നിൽക്കുക, അന്നേരം ഒന്നും വിളിക്കത്തില്ല. വണ്ടി നിങ്ങളെ കടന്നൊക്കെ പോയി കഴിയുമ്പോൾ ചൂള അടിക്കുകയോ കൊട്ടി വിളിക്കുകയോ ഇതാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സ്വഭാവമാണ്. അപ്പൊ പെട്ടെന്ന് ചവിട്ടുമ്പോൾ പുറകെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നമ്മൾ ടൗണിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോക്കാർക്ക് ഏത് മുക്കും മൂലയെല്ലാം കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അപ്പം കയറുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഇറക്കിത്തരും. ഇതാണ് സംഭവിക്കുന്ന മെയിൻ പ്രശ്നമാണ്. യാത്രക്കാരുടെ കയ്യിലൊക്കെ മറ്റു തെറി മൊത്തം കേൾക്കുന്ന ഡ്രൈവർക്കും. എല്ലാവരും എപ്പോഴും ഞാൻ ഡ്രൈവറെ ന്യായീകരിച്ച് പറഞ്ഞല്ല കേട്ടോ, ഇതാണ് മെയിൻ പ്രശ്നം. ഇതാണ് ഓട്ടോ വിളിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓട്ടോ പോകും, അന്നേരം വിളിക്കാൻ തോന്നില്ല. 2 സെക്കൻഡ് പുറകിന്ന് വിളിക്കാം, അപ്പൊ ഒറ്റ ചവിട്ട് അതാണ്. പിന്നെ ഈ നിങ്ങൾ പറയുന്ന ഒറ്റയടിക്ക് ഈ വണ്ടി 3 ഭാഗമാണ്. ഒരു വണ്ടിക്ക് ബ്രേക്ക് പിടിച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഈ ഫാനം എടുത്ത് മറിയും. ഇത് ഒറ്റയടിക്ക് സ്ലോ ആക്കുക. പിന്നെ ഈ പുറകെ വരുന്ന വണ്ടി മുട്ടിച്ച് നിൽക്കുന്ന ഒരു വണ്ടിപ്പാട് അകലെ വണ്ടി കയറണം എന്നാ പറയണം. അതാരും ചെയ്യാറില്ലല്ലോ. പിന്നെ പുറകെ ഒന്ന് ഇടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. പിന്നെ തെറിയേക്കാനും ബാധ്യസ്ഥരാണ് ഓട്ടോ ഡ്രൈവർമാർ. പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്നാല് ഈ പറയുന്ന വലിയ വണ്ടികളിലൊക്കെ വരുന്ന ആൾക്കാർ അപകടം പറ്റിയ വഴി കിടന്നാലും ആദ്യം എടുക്കുന്ന ഓട്ടോക്കാരാവും, എന്നിട്ടേ ബാക്കിയുള്ളവർ വരുള്ളൂ. ഈ തെറി കേൾക്കുന്ന ആൾക്കാരാണ്, നന്മ ചെയ്യുന്ന ആൾക്കാരും ഓട്ടോക്കാരാണ്. പിന്നെ ഞാൻ സ്വപ്നം കണ്ടപ്പോഴേ ഒരു ആക്സിഡന്റ് സ്വപ്നം കണ്ടേ, ഒരു മറ്റേ പെട്ടി ഓട്ടോറിക്ഷ എന്നല്ലേ പറയുന്നത്, മറ്റേ
എന്താ പറയുക ഇത്ര ആപ്പയോട്ട വന്നു ആപ്പയോട്ട വിളിക്കാതെ അപ്പൊ കുറെ പേരൊക്കെ അപ്പൊ ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇത് പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതാണ് സത്യത്തിൽ ഇതാണ് സംഭവം. അല്ലാതെ ഞാൻ ഒരിക്കലും മോട്ടോർ ഡ്രൈവറെ ന്യായീകരിച്ച് പറഞ്ഞല്ല. യാത്രക്കാരുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ്. കയറി പോട്ടെ 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 പറയാൻ പറയും. എന്നിട്ട് ഇവര് വഴി തപ്പുവാണ്. ഇവരാണ് സ്ഥലം തപ്പുക. എന്നാൽ ഇത് ഡ്രൈവറോട് പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്ത് കൊണ്ടുവരാം. അപ്പം ഡ്രൈവറോട് ചോദിക്കും. ഡ്രൈവർക്ക് സ്ഥലം അറിയില്ലെങ്കിൽ അടുത്ത ഓട്ടോക്കാരോട് ചോദിക്കും, അടുത്ത ഡ്രൈവർമാരോട് ചോദിക്കും. ചില നമ്മളിപ്പോൾ വേറൊരു അത് എവിടെ വന്നാലും ശരി, ഏതൊക്കെ കട ഇന്ന സ്ഥലത്താണ്, സ്ഥാപനം ഇന്ന സ്ഥലത്താണെന്ന് ആ ടൗണിലെ ഓട്ടോക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവരോടത് പറഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് കൊണ്ടാക്കും. ഇതൊന്നും ആരും ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ ആംബുലൻസിലേക്ക് ഞാൻ അതാണ് ശരിക്കും ചോദിക്കാൻ വന്നത്. ഓട്ടോ നമ്മള് ഫടാഫട്ട് നിർത്തുന്നു, ആംബുലൻസിലേക്ക് വരുമ്പോ അങ്ങനെയല്ല, ആ മീറ്ററിലല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? തട്ടിപൊളിയല്ലേ. അപ്പോഴാണ് നമ്മൾ പല ജീവിതങ്ങൾ കാണുന്നത്, പല രോഗികളെ കാണും, പലതരത്തിലുള്ള രോഗികളെ കാണുന്നതും പെറുക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ജീവനല്ല, ഡ്രൈവറുടെ ജീവനല്ല നോക്കുന്നത്, രോഗിയുടെ. അത് ആ രോഗിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ രോഗി എത്ര ക്രിട്ടിക്കലാണ്. ചിലപ്പോൾ ഡോക്ടർമാർ വന്ന് പറയും, നേഴ്സുമാർ പറയും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാവും. ആ ഒരു മരണപ്പാച്ചിലുണ്ട്. എനിക്ക് തോന്നുന്നു പാലാ ഗവൺമെന്റിൽ നിന്ന് മിക്കവാറും മെഡിക്കൽ കോളേജ് മിനിമം 20 മിനിറ്റാണ്. അത്രേ ഉള്ളോ? 20 മിനിറ്റിനുള്ളിൽ 15-20 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് കയറി വരും. ആംബുലൻസിൽ കയറി പോലെ പാലായെന്ന് മെഡിക്കൽ കോളേജ് വരെ. പക്ഷേ ബസ്സിലാണെങ്കിൽ എങ്ങനെ പോലെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ അടുത്തുണ്ടോ? 20 മിനിറ്റിനുള്ളിൽ വണ്ടി കയറി. അപ്പോൾ എത്ര ബ്ലോക്ക് പൊട്ടിച്ചാൽ കയറി ചെല്ലാന്ന് പറയും. സത്യം, ഇത്രയും ബ്ലോക്ക് പൊട്ടിച്ച് കയറി വരുന്നത് മാക്സിമം 15-20 മിനിറ്റിനുള്ളിൽ വണ്ടി കയറി ചെല്ലും. അത്ര റിസ്ക് എടുക്കാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോരുത്തർ കുരുത്തക്കേടുകൾ കാണിക്കുന്നത്. അതപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടാ വണ്ടി ഓടിക്കുന്നതെന്നറിയോ? രോഗിയെ നോക്കണം, നമ്മുടെ ജീവൻ വിടുക. ഡ്രൈവറുടെ ജീവൻ ആരും നോക്കാറില്ല. രോഗിയെ നോക്കണം, രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് നോക്കണം, കണ്ടീഷൻ നോക്കണം. രോഗിയുടെ കണ്ടീഷൻ നമുക്ക് വണ്ടി ചില കണ്ടീഷനുകൾ നമുക്ക് വണ്ടി ഒലയ്ക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹൈ റിസ്ക് തന്നെയാണ്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. ഇത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ വണ്ടിക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല അല്ലേ? അത് കൊറോണയൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ദൈവം എന്ന് പറഞ്ഞ കാലത്ത് തൊഴുത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ദൈവത്തിനെ ആർക്കും വേണ്ട. ഞങ്ങൾ ദൈവമായിരുന്നു, കാലത്തൊട്ട് തൊഴുത ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ദൈവത്തിനെ ആർക്കും വേണ്ട. ഈ എന്തെങ്കിലും വെള്ളപ്പൊക്കം, കൊറോണ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളൊക്കെ ദൈവങ്ങളാണ്. മറ്റൊന്നുമല്ല, ഡ്രൈവർമാരെ പേടി മരണസാധ്യത കൂടുതലായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിച്ച് ചോദിച്ചട്ടെ, ഇന്നിപ്പോ നമ്മൾ അതെ ഏതിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഡെയിലി ഇതല്ലേ, ജോലി ഇതല്ലേ. ആര് നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. പക്ഷെ ആയിരിക്കാമെന്ന പേരൻസിന്റെ ഒരു ഘടകമാണ്. ഞാൻ പേരൻസിന്റെ ഘടകമല്ല ഈ ആംബുലൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഇപ്പൊ തന്നെ പലരും ആംബുലൻസ് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ റൂമിലൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെക്കും. ഞാനാണെ പോലും ദൈവം എന്നല്ല, പ്രശ്നം ഇല്ലാണ്ട് അയാൾ എത്തണേ, നമ്മൾ രക്ഷപ്പെടട്ടെ, ആ ഒരു മൈൻഡ് സെറ്റാ. അതൊരു എന്തോ ഒരു ഹോപ്പാണ് ആ വണ്ടിയുടെ ഒച്ച. ചിലവർക്ക് പക്ഷെ ഭയങ്കര പേടിയാണ്. കേട്ടോ, ഭയങ്കര പേടിയാണ്. എന്റെ ക്ലാസ്സിലുള്ള പിള്ളേർ പറയും എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്. അണ്ണന് പേടിയില്ലെന്ന് ചോദിക്കുന്നു. എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ വണ്ടിയെ കിടന്ന ഒരേ ഒരാളേ ഉള്ളൂ മരിച്ചിട്ടുള്ളൂ. അത് പുള്ളിയെ ഞാൻ എത്ര മെഡിക്കോളെ കൊണ്ടുവന്നത്, പുള്ളി എന്ത് ചെയ്താൽ വണ്ടിയെ കയറിയല്ലായിരുന്നു. 1.25 മണിക്കൂറോളം തന്നെ സമയം വേസ്റ്റ് ആയി. നമ്മുടെ കാര്യത്താസ് എത്തിയപ്പോഴത്തേക്കും എത്തുന്നതിന് മുന്നേ മെഡിക്കോളെ പോയ വഴിക്ക് തന്നെ മരിച്ചു. എൻ്റെ വണ്ടിയെ കിടന്ന ഒരേ ഒരാളെ മരിച്ചു ഇത്രയും വർഷത്തിനിടയ്ക്ക്. അതെൻ്റെ മനസ്സിലേറ്റ ഏറ്റവും വലിയൊരു വിഷമമുള്ളൂ. ബാക്കി ഞാൻ എങ്ങനെയാലും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ചില ആൾക്കാരുണ്ട് ബ്ലോക്കിലൊക്കെ പെടുമ്പോൾ ആംബുലൻസിന്റെ പുറകെ വെച്ച് പിടിക്കുന്നവരും. അതുണ്ട്. ഇടിച്ച് എൻ്റെ വണ്ടിയുടെ പുറകെ വന്ന് ഇടിച്ചവന്മാരൊക്കെ ഉണ്ട്. ചവിട്ടിയിട്ട് പുറകെ വന്ന് ഇടിച്ചിട്ടുണ്ട്. എന്നാ പറയാനോ ഒന്നും പറയാനൊന്നുമില്ല. ഒന്നും പറയാനില്ലേ, ഒരു ആംബുലൻസിന് വഴി മാറി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വഴി വരുമല്ലോ, അതിന്റെ പുറകെ പോകുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ എറണാകുളം ടൗണിലൊക്കെ വെച്ചിട്ട്. അതൊക്കെ പോട്ടെ. ഇപ്പം 2029 പഠനം തീരും, 26. പിന്നെ ഇപ്പം എൻറോൾ ചെയ്യുന്നത് ഹൈക്കോർട്ടിലല്ലേ നിങ്ങൾ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് പഠനം, എങ്ങനെ പോകുന്നു? പഠിത്തം അടിപൊളിയല്ലേ, നല്ല ഇതാണ്. എത്ര സമയം പഠിക്കാൻ കുട്ടി നിങ്ങൾ എത്ര സമയം പഠിക്കുന്നു? ആര് ഞാൻ പഠിക്കുന്നൊന്നുമില്ലല്ലോ. സത്യമുള്ള കാര്യങ്ങൾ പറയാലോ. പിന്നെ ഞാൻ ക്ലാസ്സിൽ ഇരുന്നുള്ള പരിപാടികളൊക്കെ ഉള്ളു. ഓക്കെ. എന്റെ ഈ സ്ഥാപനത്തിലേക്ക് കയറി വന്നപ്പോ എന്തെങ്കിലും കണ്ടിരുന്നോ? ഫോട്ടോ എല്ലാം കണ്ടിരുന്നു. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിക്കുന്നു വിചാരിച്ചിരുന്നു. ഞാൻ കയറി വന്നപ്പോഴേ കണ്ടായിരുന്നു, ഞാൻ എടുത്ത് നോക്കിയായിരുന്നു.
അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഞാൻ സമത്വത്തിലും ഇക്വാളിറ്റിയിലും ഒക്കെ ഭയങ്കരമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇക്വാളിറ്റി അതൊരു പക്ഷെ നമുക്കത് കിട്ടാത്തത് കൊണ്ടാവാം, ഈക്വലായിട്ട് നമ്മൾ ഒരിടത്തും പരിഗണിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്കെങ്കിലും അത് പറയാൻ പറ്റണം ഈക്വാളിറ്റിയെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈക്വാലിറ്റി കുറെ പേര് ഇപ്പൊ എന്താ പറയുന്നത്, മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ, നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ ഇക്വാളിറ്റി ആണെങ്കിൽ ഞാൻ എല്ലാം കൂടെ പറഞ്ഞത്, മനുഷ്യനാണ് ഇവിടെ ജീവിക്കാൻ, നിറമോ ജാതിയോ പണമോ ഒന്നും അല്ലാണ്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. മനുഷ്യൻ അതിൽ ഭൂമിയിൽ പെടുന്ന മനുഷ്യന്റെ കൂടെ കുഞ്ഞു ജീവജാലങ്ങളടക്കം ഞാനിതാണ് പറയുന്നത്. അത് തന്നെ. ചുമ്മാ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അതിനാവശ്യമുണ്ടോ? ചുമ്മാ ചോദിച്ചത്. ഞാനൊക്കെ വലിയ പഠിപ്പാന്നൊക്കെ നാട്ടുകാരൊക്കെ എന്താ അറിയട്ടെ. ഞാൻ പഠിച്ചിട്ടില്ലാത്ത കാര്യം എനിക്ക് ഇഷ്ടമായിരുന്നു, പൊളിറ്റി ആയിരുന്നു എനിക്ക് സിവിൽ സർവീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഹിസ്റ്ററിയും പൊളിറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോൾ ഓഫ് ഇപ്പൊ ഞങ്ങളുടെ പൊളിറ്റിക്സിന്റെ സാറും മിസ്സും അവരാ ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ രസമാണെന്നറിയോ? ഉയ്യോ, അശ്വതി മിസ് വന്നിട്ട് ആ ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ തന്നെ, കേട്ടിരിക്കാൻ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ്. ഒരു പുസ്തകവും ഇല്ല, ഒരു ബുക്കും ഇല്ല. അയ്യോ വന്നിട്ട് എടുക്കുന്ന ക്ലാസ് അത് നമ്മളെ മാത്യു സാറും അതെ പൊളിറ്റിക്സിന്റെ മൈൻഡിലിരിക്കും. എന്നെ അടിപൊളി ക്ലാസ് ആണ് കേട്ടിരിക്കാൻ. നമുക്കൊന്നും അറിയത്തില്ലേ പോലും എങ്കിച്ചല്ലേ ക്ലാസ്സുകൾ ഇരുന്ന് കിട്ടാക്കിച്ച സാധനം. അപ്പൊ ഇനിയിപ്പോ എന്താണേലും വക്കീൽ പഠനം തുടരട്ടെ. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര ജോലി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എണ്ണാൻ പറഞ്ഞത് നടക്കും. എനിക്ക് അറിയാൻ പറ്റുന്നത് പാടുന്ന പാട്ട് പാടാൻ മാത്രം അറിയത്തില്ല. എല്ലാം അറിയാം, അത്യാവശ്യം എല്ലാ പരിപാടിയും. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കാണുന്നതോടുകൂടി ഇനിയിപ്പോ ഒരു കല്യാണാലോചനയൊക്കെ വന്നാൽ നടത്തുമോ? അതെ, കോട്ടിട്ടതിന് ശേഷമുള്ളോ? അങ്ങനെ തീരുമാനിച്ചൊന്നുമില്ല. കല്യാണം നല്ലൊരെണ്ണം വന്നു കഴിഞ്ഞാല് നോക്കും. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ എല്ലാവരും ഡൗറി പ്രശ്നമാണ് എല്ലാവരും. എനിക്ക് അങ്ങനത്തെ ഒന്നും ഞാൻ ഇന്ന് കണ്ടതിലും ഞാൻ ചോദിച്ചിട്ടില്ല ഒരു രൂപ പോലും. എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ നോക്കണമെന്ന് എൻ്റെ ഒറ്റ ആഗ്രഹം. അവര് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഒരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് പുതിയൊരാൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കാണിക്കുന്നത്, ഒട്ടുമിക്കുന്നല്ല കുറച്ച് പേര്, എല്ലാവരും അതിശയിച്ച് പറയുന്നതല്ല, സ്വന്തം അച്ഛനും അമ്മയും മറന്നിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് രണ്ടഭിപ്രായം ഉണ്ടേ അതിനകത്ത്. അല്ലല്ല, ശരി, അച്ഛനും അമ്മേനെ മറന്നിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ 2-3 അഭിപ്രായമുണ്ട്. നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടേക്കുന്നത് കെട്ടിക്കേറി വരുന്ന പെണ്ണ് അച്ഛനും അമ്മേനെ നോക്കണം, അത് അവരുടെ ഇഷ്ടത്തിനാണ്. അല്ല, ഞാൻ പറയട്ടെ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അത് ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തേക്ക് നോക്കുക, നമ്മൾ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, എല്ലാവരും ഇൻഡിവിജ്വലല്ല. ഇപ്പം ഇപ്പം ഇയാളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നോക്കാനോ നിങ്ങളെ നന്നാക്കാനോ അല്ല സ്ത്രീ വരുന്നത്, നിങ്ങൾ ഈക്വലി പാർട്ട്നേഴ്സാണ്. പാർട്ട്ണർ എന്നാണല്ലോ നമ്മൾ ആ ടൈം പറയുന്നത്. അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മേനെ നോക്കണം. ഇപ്പം നമ്മുടെ അടുത്ത ഗസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പം വന്നവർ, അതിൽ ആ ഹസ്ബൻഡ് വീട്ടിലെ പണിയെല്ലാം ചെയ്യും, ഭാര്യയാണ് ജോലിക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് ഈക്വലാണ്. നമ്മൾ ഏത് പണിയെടുക്കുന്നു എന്ത് പണിയെടുക്കുന്നു എന്നൊന്നുമല്ല, നമ്മൾ ഈക്വൽ ആയിട്ടിരിക്കുകയെന്ന്. നിങ്ങളുടെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം നിങ്ങളുടെ മാത്രമാണ്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ അവരുടെ അമ്മേനെ അച്ഛനെ നോക്കത്തില്ല. പിന്നെ ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാരണം പരിഗണനയാണ്. അവരൊരു മനുഷ്യരാണ്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ചിരിച്ചു കാണിക്കുക, അവരോട് മിണ്ടാൻ പറ്റുക. കാരണം അവർ കുടുംബത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ. അവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന, ഇപ്പം നമ്മുടെയൊക്കെ പേരൻസിന്, എൻ്റെയൊക്കെ അമ്മയ്ക്ക് 64 വയസ്സുണ്ട്. ഇനി എൻ്റെ അമ്മ 64 വർഷം ജീവിച്ചിരിക്കത്തൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അവരോട് ഭയങ്കര ഇതിൽ പെരുമാറുക എന്നുള്ളതാണ്. അത് അനുഭവിക്കുന്ന ആളാണ്. റൈറ്റ് നൗ എൻ്റെ ഫാമിലിയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്കും ഭയങ്കര പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ. പക്ഷെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും എന്നാ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കണമെന്നല്ല. നമ്മുടെ വീട്ടിലെ ഒരു പൂച്ചയും പട്ടി ഉണ്ടായാൽ കൂടി നമ്മൾ അതുങ്ങളോട് സംസാരിക്കും, അല്ലേ? അതുങ്ങൾ തിരിച്ച് സംസാരിക്കുമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ല. പക്ഷെ അങ്ങനെ പോലും സംസാരിക്കാത്ത സ്ത്രീകളുള്ള വീടാണ് ഉണ്ട്. അത് അനുഭവസ്ഥയാണ്. ഞാൻ അവരോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിതെല്ലാം നമ്മൾ പറയുമ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ ഞാനിത് പറഞ്ഞു സംസാരിച്ച് ഇപ്പം എൻ്റെ ഇതിലും വന്ന് ഞാൻ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാറുണ്ട്, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ആ ഒബ്സർവ് ചെയ്തതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരുടെ പെരുമാറുന്നത്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ലേ, അതവിടെ കൊണ്ട് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്തോ എന്നാൽ അവർ ലിമിറ്റ് ഇട്ടിട്ട് മാത്രം. എന്താണെങ്കിലും ഇപ്പം ഏകദേശം 10ഓളം ജോലികൾ മേളിൽ ചെയ്തിട്ടുണ്ട്. 10ഓ? ഞാൻ 10ഓളം, ഇനി 10ൽ കൂടുതൽ. അപ്പം എന്താണെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയെന്നൊന്നും ആൾക്കാർ പേടിക്കണ്ട. അനൂപിൻ്റെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ പഠനം നിർത്തിയവർ, ഞാൻ അങ്ങനെ ഒരു ചേച്ചിയുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ആ ചേച്ചി ഇപ്പോൾ വക്കീലാണ്, എൻറോൾ ചെയ്തായിരുന്നു. തോറ്റുപോയതോ പഠനം നിർത്തിയതോ ഒന്നുമില്ല. പഠിക്കാനൊരു മനസ്സുണ്ടാവുക,
ബാക്കിയൊക്കെ തന്നെ വരും അല്ലേ. ഒരു നല്ല എന്താണെങ്കിലും ഞങ്ങളുടെ ചാനലിൽ കുറച്ചു നേരം വന്നിരുന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പം ഞാനല്ലേ ശരിക്കും നിങ്ങളോട് നന്ദി പറയണ്ടേ, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഇവിടെ വരെ വന്നതിന്. ശരണ്യയോടും ക്യാമറാമാനും പുള്ളിയോടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പം ഇത് ഇനിയും നല്ല രീതിയിൽ തന്നെ ഇതാവട്ടെ, വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരുടെയും ഇൻസ്പിറേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ചില്ലറല്ല, നമുക്ക് പറയാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു ഇതിനകത്ത്, മറ്റുള്ളവരുടെ അവരുടെ തോപ്പിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ജീവിക്കാനാണ് ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞല്ലോ. അല്ല, മീൻസ് ഇപ്പം പഠിക്കുന്നത് വാശി നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവർക്കല്ല, അവനവന്. ഇപ്പം വാശി എന്ന് പറഞ്ഞില്ലേ, ഞാനിത് പഠിക്കാൻ കയറിയപ്പോഴേ തന്നെ എനിക്ക് ചാനലിൽ ഒരു ചേച്ചിയുണ്ട്, സന്ധ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ. സന്ധ്യ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എടാ നീ സാധാരണ രീതിയിൽ വളർന്നു വന്ന ആളാണ്, ഒരുപാട് പേരുടെ ജീവിതം നീ കണ്ടു കയറി വന്നതാണ്. അപ്പോൾ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നീ ചെയ്തു കൊടുക്കും, നീ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അവരെ പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. അതൊരിക്കലും ഞാൻ ചെയ്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു, അതൊക്കെ ലെസൺസ് ആണ്. അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കേണ്ട, അവനവൻ. ഇന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇന്നത്തെ ഇന്റർവ്യൂവിനൊക്കെ നല്ല ഇന്റർവ്യൂ നാളെ എടുക്കണം എന്ന്, അല്ലാണ്ട് മറ്റു ചാനലിൽ ഇന്റർവ്യൂ എടുത്ത പോലെ എടുക്കരുന്നില്ല. ഇന്നെടുത്ത സംസാരത്തിൽ നിന്ന് നമ്മൾ ആ വീഡിയോനൊക്കെ നല്ല വീഡിയോ നാളെ എടുക്കണം, അതാണ് ചിന്ത. ഇൻസ്പിറേഷൻ പറഞ്ഞില്ലേ, ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ എത്ര പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, എന്നെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെ ചേട്ടാ ചെയ്യുന്നത്. ഞാൻ ഒരു തിരക്കാണെങ്കിൽ മാത്രം തിരക്ക് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ നമ്പർ മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വിളിച്ചിട്ട് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ സമയം പോലെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കണം, ഇന്ന പോലെയാണ് ചെയ്യേണ്ടത്, ഇന്ന പോലെ ചെയ്താൽ നടക്കും എന്നൊക്കെ പറയും. അപ്പം ചേട്ടാ എന്നാ ഇതിന്റെ എൻട്രൻസിന്റെ എൻട്രൻസ് എക്സാം, അപ്പം അതിൻ്റെയൊക്കെ ഡേറ്റ് ഒക്കെ എന്നാന്ന് ഞാൻ പറഞ്ഞ് ഇൻഫോം ചെയ്ത് അതിൻ്റെ കിട്ടി, ഞാൻ അപ്പം തന്നെ ഇൻഫോം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു തിരുവനന്തപുരത്ത് ഒരു കൊച്ച, അവള് നേഴ്സ് പഠിക്കുന്നുണ്ട്, എന്നെ കൊച്ചനോട് ചോദിച്ചാൽ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കകത്ത് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ബുക്കൊക്കെ മേടിച്ച് പഠിക്കാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഞാൻ എന്നെ കൊണ്ടാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കും. വെച്ചാല് നമ്മള് ഒരു പടി ഇട്ട് കൊടുത്താൽ ആ ചവിട്ടി അടുത്ത ആക്കി ചവിട്ടി കയറി. നമുക്ക് ആരും പടി ഇട്ട് തരാനില്ലായിരുന്നു, ആ പടി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക. അത് അങ്ങനെ തന്നെയാണ്. ഈ നന്മ മനുഷ്യന് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കട്ടെ. വക്കീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു പുസ്തകത്തിൽ നോക്കി തുടങ്ങി സത്യം പറയുന്ന പോലെ ആവാണ്ടിരിക്കട്ടെ. ഈ നന്മ എന്നും മനസ്സിലുണ്ടാവട്ടെ. താങ്ക് യു.